കാരണം ഇന്നലത്തെ ഇന്റർ മിലാൻ ബാഴ്സലോണ മത്സരം ഒരാളും പ്രെഡിക്റ്റ് ചെയ്യാത്ത സ്കോറാണ് ഇന്നലെ വന്നത്. കാരണം 3-3 എന്നുള്ള സ്കോർ ഒരാളും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. മത്സരം ഇന്നലെ കളി കണ്ട ആളുകൾക്കൊക്കെ ഭയങ്കര ത്രില്ലിങ് മാച്ചായിരുന്നു ഇന്നലെ. എന്താ പറയുക, 2 ഗോളിന് ലാമിൻ യമാൽ ഇതിന് മുന്നത്തെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു, ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു 2 ഗോളോ 3 ഗോളോ കൺസീഡ് ചെയ്താൽ അവർക്കൊരു പേടിയാണ്. സത്യമാണ്, ഇന്നലെ 2 ഗോൾ കൺസീഡ് ചെയ്തിട്ടും അവർക്ക് സുഖമായിട്ട് തിരിച്ച് കംബാക്ക് അടിക്കണ ഒരു ഫീല് അവർ ഒന്നാമത് വരുത്തി. കാരണം അവർ അടിച്ചുകൊണ്ടേ ഇരിക്കണം, അവർക്കൊരു വിഷയമല്ല 2-3 ഗോൾ കിട്ടുന്നത്. പിന്നെ ഇന്നലത്തെ ഒന്നാമത്തെ ഗോളിനെ ഫസ്റ്റ് ഗോൾ ഒന്നാമത്തെ മിനിറ്റിലാണ് ഇന്റർ മിലാൻ സ്കോർ ചെയ്തു, ഒരു ആധിപത്യം പുലർത്തി. പക്ഷെ രണ്ടാമത്തെ ഡംഫ്രൈസിൻ്റെ ഗോൾ, പക്ഷെ ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംഫ്രൈസും ലാമിൻ യമാലും ഈ 2 കളിക്കാരെ ആറാട്ടായിരുന്നു. കാരണം ഡംഫ്രൈസ് ഇന്നലെ 2 ഗോളും ഒരു അസിസ്റ്റും, അതേപോലെ ലാമിൻ യമാലിൻ്റെ ഇന്നലത്തെ ഫസ്റ്റ് ഗോള്, രണ്ടാമത്തെ ഒരു ബോള് ഡിമാർക്കോനെ ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്. ആ മടക്കിന് ഡിമാർക്കോ എങ്ങോട്ടാണ് പോയത്, ഡിമാർക്കോക്ക് തന്നെ അറിയാം. അമ്മാരും മടക്ക് മടക്കിയിട്ടാണ് ബാറിനടിച്ചത്. ഒരു 17 വയസ്സുള്ളൊരു ഒരു കുട്ടിയാണ് കളിക്കുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇന്നലെ ഏർലിംഗ് ഹാളൻഡ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്. എന്താ ക്വാളിറ്റി എന്ന്. അതേപോലെ ഇന്റർ മിലാൻ്റെ കോച്ച് ലാമിൻ യമാലിനെ കുറിച്ച് 50 കൊല്ലത്തിനിടയിൽ വരുന്ന ഒരു കളിക്കാരെന്നാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഇത്ര ഒരു 17 വയസ്സിൽ ഇമാരി ക്വാളിറ്റിയിലൊരു കളിക്കാരൻ നമ്മൾ ഈ കാലഘട്ടത്തിലൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത്രയധികം ക്വാളിറ്റി. ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർ മിലാൻ്റെ ആരാധകർക്കാണെങ്കിലും ബാഴ്സലോണ ആരാണെങ്കിലും ത്രില്ലിങ് മാച്ചായിരുന്നു. 2 ടീമും വളരെ നന്നായി കളിച്ചു. ഡംഫ്രൈസിൻ്റെ ഒക്കെ ഇന്നലത്തെ ഫസ്റ്റ് ഗോളും അതേപോലെ രണ്ടാമത്തെ ഹെഡറും മൂന്നാമത്തെ ഒരു ഗോളും ഉണ്ടായിരുന്നു. അത് ഒരു സ്ലൈഡ് ടച്ചിനാണ് അത് ഓഫ് സൈഡ് ആയത്. ആ ഗോളിനുള്ള അസിസ്റ്റും ഡംഫ്രൈസിന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ 2 കളിക്കാരാണ് ഇന്നലെ ആറാടിയത്, ലാമിൻ യമാലും അതുപോലെ തന്നെ ഡംഫ്രൈസും. പിന്നെ റാഫീനയുടെ നല്ല ഗോളുണ്ടായിരുന്നു. റാഫീന നല്ല എന്താ പറയുക, ടാർഗറ്റിക്ക് നല്ല അടിയുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല കളിയായിരുന്നു. പിന്നെ ബാഴ്സലോണയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ 2 ദിവസം മുന്നെയാണ് റയൽ മാഡ്രിഡിനെതിരെ 120 മിനിറ്റ് കളിച്ചത്. അതിൻ്റെ ടയേർഡ്നെസ് അവർക്ക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനി സാൻ സീറോയിൽ എന്താ സംഭവിക്കുക നോക്കാം. എന്തായാലും ഗംഭീര മാച്ച്, കളി കണ്ടവർക്ക് മുതലായി. താങ്ക് യു വെരി മച്ച്.